അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. ചോറ്. ഇന്ന് കറിയൊക്കെ കുറവാണ് ഗൈസ്. മടിയായിപ്പോൾ ഉണ്ടാക്കാൻ. മടിയെന്നല്ല, മീനില്ലെങ്കിൽ പിന്നെ എന്തോ ഉണ്ടെങ്കിലും ഒരു ഗുണവുമില്ല ഊണിന്. പിന്നെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം പോലെ അങ്ങ് നല്ല വിശപ്പാകുമ്പോൾ വിളമ്പി അങ്ങ് കഴിക്കും. അതാണിപ്പോൾ നടക്കുന്നത്. ഇത് ബീട്രൂട്ട്, ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, ഇത് മൂന്നൂടെ തോരന്. മൂന്നൂടെ എന്താ വെച്ചതെന്ന് ചോദിച്ചാൽ എല്ലാം ഇച്ചിരി ഉള്ളായിരുന്നു, ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് മൂന്നൂടെ എടുത്തപ്പോഴാണ് ഒരു തോരനുള്ളതായത്. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം, ഇവിടെ പപ്പടത്തിന് പകരം കഴിക്കുന്നത് എൻ്റെ പേരെനിക്ക് അറിയത്തില്ല. പിന്നെ ഉണക്കക്കൊഞ്ചും തക്കാളിക്കായും കൂടെ അല്ല ഉണക്കമീനും തക്കാളിക്കായും കൂടെ കറി വെച്ച. ഉണക്കക്കൊഞ്ചല്ല, സോറി, എനിക്ക് തെറ്റിപ്പോയി. ഉണക്ക മീൻ കറി വെച്ചത്. ഇതേ ഉള്ളു ഇന്ന്. ചാറിനും ഇതേ ഉള്ളു, ഒഴിച്ചു കറി എല്ലാ കറിയും ഇത്രയേ ഉള്ളു. പിന്നെ ഗൈസ്, ഞാൻ റിച്ചായി ഗൈസ്. തോടെ ദിക്കാവോ, ഫ്രൂട്ട്സ് തോടെ ദിക്ക. കണ്ടോ, ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചെന്ന് പറയാൻ ഇവിടെ പൊങ്ങമ്പനി, എല്ലാവർക്കും പൊങ്ങമ്പനിയാണ്. പനി കൊണ്ട് എല്ലാവർക്കും വയ്യ, എനിക്കായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ തീരുമാനിച്ചു. നോക്കിക്കേ, ഇത് നമ്മുടെ നാട്ടിലെ പച്ചപ്പഴമില്ലയോ, അതിവിടെ മഞ്ഞയാണ്. മഞ്ഞപ്പഴമേ ഉള്ളൂ, പച്ചപ്പഴമില്ല ഇവിടെ. പിന്നെ ഫ്രാഷൻ ഫ്രൂട്ട്, അത് ഇവിടെ പറമ്പിലുണ്ടായതാണ്, ഞങ്ങൾ പെറുക്കിയെടുത്ത് വെച്ചതാണ്. ഓറഞ്ച്, പേരയ്ക്ക, ആപ്പിള്, കരിക്ക്. എനിക്കില്ല കേട്ടോ പൊങ്ങമ്പനി, ഇവിടെ ബാക്കി എല്ലാവർക്കും പൊങ്ങമ്പനിയാണ്. അപ്പം അവർക്ക് കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒന്ന് കഴിക്കും, ശരീരം തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് എൻ്റെ ഊണ്. വലിയ ഗുണമൊന്നും ഇല്ല, എന്നാലും അങ്ങ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.